എല്ലാവർക്കും കുഞ്ഞാമിനാസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി സ്നാക്സ് റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. പിൻവീൽ സമോസ എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. വളരെ ഈസിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണിത്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. പിന്നെ മുമ്പത്തെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള ഈ സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളുടെ പിൻവീൽ സമോസയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചിക്കനും പൊട്ടറ്റോയും വേവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 200 ഗ്രാം ചിക്കനും അതുപോലെ തന്നെ 3 പൊട്ടറ്റോയും എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ദെൻ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. നെക്സ്റ്റ് നമ്മളിതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഒരു 3 വിസിലിന് വേവിച്ചെടുക്കണം. അപ്പോൾ അത് വേവാനെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒരു വലിയൊരു സവാള എടുത്തിട്ട് അതൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ സവാള ഒന്ന് വഴറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2-3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ദെൻ അതൊക്കെ ഒന്ന് വഴറ്റി വന്നിട്ടുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ദെൻ അതെല്ലാം തമ്മിൽ നമ്മളൊന്ന് കമ്പൈൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ചിക്കനും പൊട്ടറ്റോയും കണ്ടില്ലേ ഇതേപോലെ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് കൈകൊണ്ട് നല്ല ഉടച്ച് കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ഇനി ഇതിൽ മിക്സ് ചെയ്യാൻ പോവുകയാണ് ചെയ്യുന്നത് നമ്മളുടെ ഒനിയനിൽ. അപ്പോൾ കൈകൊണ്ട് ഉടച്ച് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ പൊട്ടറ്റോയും അതുപോലെ ചിക്കനും സെപ്പറേറ്റ് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ നമ്മളുടെ പൊട്ടറ്റോയും ചിക്കനും നമ്മളിപ്പോൾ നല്ല ഉടച്ചെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുള്ള സവാള വഴറ്റിയതിൽ ഇട്ട് കൊടുക്കുക. ദെൻ അത് തമ്മിൽ ഒന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചിക്കനും പൊട്ടറ്റോയും ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റൗ ഓണാക്കി വെച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ദെൻ അതൊരു 5 മിനിറ്റ് നമ്മൾ ഇട്ടിട്ട് കുക്ക് ചെയ്യണം. അപ്പോൾ സ്റ്റൗ ഓണാക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ട് എല്ലാതും തമ്മിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കനും പൊട്ടറ്റോയും വേവിക്കുമ്പോൾ മാത്രമാണ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ദെൻ 1.5 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ട് എല്ലാവരും തമ്മിൽ നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മളുടെ മസാല ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മൈദ കൊണ്ടുള്ളൊരു മാവ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതെന്താണ് സ്റ്റെപ്പ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളുടെ മൈദ കൊണ്ടുള്ള മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1.5 കപ്പ് മൈദ നമ്മൾ ആദ്യം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ദെൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ദെൻ 3 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കുക. ദെൻ ഇത് തമ്മിൽ ഒന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ വെള്ളത്തിന് കറക്റ്റ് കണക്ക് പറയാൻ കഴിയില്ല. നമ്മൾ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് അതൊരു മാവ് പരുവത്തിലാക്കിയെടുക്കാൻ കേട്ടോ വേണ്ടത്. അപ്പോൾ നമ്മൾ കൈ യൂസ് ചെയ്തിട്ട് അത് നല്ല കുഴച്ചിട്ട് ഒരു മാവ് പരുവത്തിലാക്കിയിട്ട് എടുക്കണം. അപ്പോൾ നമ്മളുടെ മാവ് ആക്കുന്നതിൽ വെള്ളത്തിൻ്റെ കുറവൊക്കെ തോന്നുകയാണെങ്കിൽ കുറച്ച് ഓയിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയി കിട്ടും. അതുപോലെ തന്നെ നല്ല കുഴഞ്ഞ് നല്ലൊരു പരുവത്തിലായി കിട്ടും ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മളുടെ മാവ് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ ഇത് നമ്മൾ റോൾ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നോർമൽ ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ തന്നെ അല്പം മൈദപ്പൊടി ഇട്ടിട്ട് നമ്മളിത് മൈദ ചപ്പാത്തി പോലെ തന്നെ പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചപ്പാത്തിയിൽ നിന്നുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ മൈദ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ കുറച്ച് കട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ദെൻ ഇത് നല്ല വട്ടത്തിൽ നല്ല വലുപ്പത്തിൽ പരത്തി എടുത്തിട്ട് ഇതിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മസാലേൻ്റെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആവശ്യത്തിന് പൊടി ഇട്ടിട്ട് 2 സൈഡും പരത്തി എടുക്കണം. അപ്പോൾ നെക്സ്റ്റ് നമ്മളുടെ ഫില്ല് ചെയ്യാനുള്ള ആ ഒരു മിക്സ്ചർ ഉണ്ടല്ലോ അത് നമുക്ക് ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തോട്ടും ഒന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കണം. അപ്പോൾ സ്പൂൺ കൊണ്ട് വെച്ചിട്ട് പറ്റില്ലെങ്കിൽ നമുക്ക് കൈ യൂസ് ചെയ്തിട്ട് അത് അതിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഒരു എൻഡിൽ നിന്ന് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ നല്ലോണം പൊടി ഇട്ടിട്ട് പരത്തി എടുത്തിട്ടില്ലെങ്കിൽ അത് അവിടെ സ്റ്റിക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നല്ലോണം പൊടി ഇട്ടതിൻ്റെ ശേഷം വേണം കേട്ടോ നമ്മൾ അത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിങ്ങനെ മെല്ലെ കൈകൊണ്ട് ഇങ്ങനെ ഉരുട്ടി എടുത്തിട്ട് ഒരു റോള് പോലെ ആക്കിയെടുക്കണം. നമ്മൾ സ്വിസ് റോളിൻ്റെ ഒക്കെ ഒരു ഷേപ്പിലാണ് നോർമലി ഇത് വരുന്നത്. അപ്പോൾ നമ്മളുടെ റോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിൻ്റെ എൻഡൊക്കെ നമ്മളൊന്ന് അമർത്തി വെച്ച് കൊടുക്കുക. അല്ലാതെ ഒന്ന് നല്ല കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് സ്ലൈസ് ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ സ്വിസ് റോളൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ ഒരു നല്ല മൂർച്ചയുള്ള കത്തി യൂസ് ചെയ്തിട്ട് അതിങ്ങനെ റൗണ്ട് ഷേപ്പിൽ മുറിച്ചെടുക്കുക.
അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കിയാൽ മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് ഇത് മുറിച്ചെടുക്കണത് എന്ന്. അപ്പോൾ നമ്മളുടെ ആ ഫില്ലിങ്ങും ആ ഒരു മാവും കൂടിയിട്ട് കണ്ടില്ലേ, ആ ഒരു ഷേപ്പ് ഒരു പ്രത്യേക ഒരു വീലിൻ്റെ ഷേപ്പിലാണ് കേട്ടോ നമ്മളത് മുറിച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് അതിന് പിൻവീൽ സമൂസ എന്ന് പേര് വരാൻ കാരണം. അപ്പോൾ നമ്മളുടെ മാവിൻ്റെ കട്ടി കൂടുന്നതിനനുസരിച്ചിട്ട് അത് കുറച്ചും കൂടി വലിയ ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പം ഇതിൻ്റെ മാവിൻ്റെ കട്ടി ഇവിടെ കുറവായിരുന്നു. അപ്പം നമ്മൾ 2 റോളാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് മുറിച്ചെടുത്തിട്ട് ഇതേപോലെ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഇത് പൊരിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇത് ഡിപ്പ് ചെയ്യാനുള്ള ഒരു ബാറ്റർ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3-4 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതൊരു നല്ല തിക്കുമല്ല, എന്നാൽ വെച്ചാൽ നല്ല എന്താ പറയുക ലൂസുമായിട്ട് അല്ലാത്ത രീതിയിലുള്ള ഒരു മാവ് തയ്യാറാക്കി എടുക്കണം. കണ്ടില്ലേ ഇതേപോലെ. നെക്സ്റ്റ് ഇതിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ പിൻവീൽ സമൂസകളുണ്ടല്ലോ അതൊന്ന് റോൾ ചെയ്തെടുക്കും. ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക. നെക്സ്റ്റ് നല്ല ചൂടായിട്ടുള്ള ഓയിലിട്ടിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ എപ്പോഴും പൊരിക്കുമ്പോൾ നല്ല ഡീപ്പ് ഫ്രൈ ചെയ്യണം. അപ്പോൾ കുറച്ച് നല്ല കുഴിയുള്ള ചീനച്ചട്ടി യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ദെൻ അതിൻ്റെ കളറ് കണ്ടില്ലേ ഇതേപോലെ ഒന്ന് ലിറ്റിൽ ബ്രൗൺ കളറായിട്ട് ചേഞ്ച് ആവണ വരെ നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ വലിയ മെനക്കെടൊന്നുമില്ല, നല്ല സിമ്പിളായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണിത്. ഇപ്പോൾ നമ്മളുടെ ടിക്ടോക്കിലും അതുപോലെ തന്നെ യൂട്യൂബിൽ തന്നെ നല്ല ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമ്മളുടെ എല്ലാ പിൻവീൽ സമൂസ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റും നല്ല ഈസി ആയിട്ടുള്ള ഈ പിൻവീൽ സമൂസേൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. പിന്നെ എല്ലാ വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ വീഡിയോ കണ്ടതിന് താങ്ക് യു.